തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായിട്ടുള്ളത്. വി.എസ്. അനുരാഗ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അനുരാഗ്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശി കൊല്ലത്ത് നിന്ന് പിടിയിലായിരിക്കുന്നു. വർക്കല സ്വദേശിയാണ്, പോക്സോ കേസ് പ്രതിയാണെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അനുരാഗിലേക്ക് അല്പസമയത്തിനകം എത്താം. എന്തായാലും 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി കേസിലെ പ്രതി അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോക്സോ കേസ് പ്രതിയും വർക്കല ഇടവ സ്വദേശിയുമായ വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ. കൊല്ലത്ത് നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ സ്ഥിരീകരണവുമായി സിറ്റി പോലീസ് കമ്മീഷണർ 6 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പോക്സോ കേസ് പ്രതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിടിയിലായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 വലിയ തോതിൽ നാടിനെ തന്നെ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു. 20 മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ കാണാതായ സ്ഥലത്തിന് ചുരുങ്ങിയ ദൂരത്ത് അകലെ നിന്നും ലഭിച്ചത്. CCTV ദൃശ്യങ്ങൾ വളരെ നിർണായകമായ ഒരു കേസ്. DCP നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ വിപുലമായി വ്യാപകമായി നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രതിയെ സംബന്ധിച്ച് തിരുവനന്തപുരം സ്വദേശിയാണ് എന്നത് മാത്രമായിരുന്നു ആദ്യം ലഭിച്ച വാർത്ത. എന്നാൽ കൂടുതൽ വ്യക്തതകൾ ഇപ്പോൾ വരുന്നു. വർക്കല ഇടവ സ്വദേശിയാണ് പിടിയിലായ വ്യക്തി എന്ന ഇപ്പോൾ സൂചനകളുണ്ട്. വി.എസ്. അനുരാഗ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? കാവ്യ, ഫെബ്രുവരി 19 പുലർച്ചെയാണ് ബീഹാർ സ്വദേശികളായ ഈ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ കാണാതായത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം 20 മണിക്കൂർ നീണ്ട പോലീസിന്റെ തെരച്ചിലിനൊടുവിൽ ബ്രഹ്മോസിന് പുറകിലുള്ള പൊന്തക്കാട്ടിലെ ഓടക്കുള്ളിൽ നിന്നാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. അതിന് പിന്നാലെ തന്നെ CCTVകൾ കേന്ദ്രീകരിച്ചടക്കമുള്ള വിദഗ്ധമായ പരിശോധനയാണ് പോലീസ് നടത്തി വന്നത്. ഇപ്പോൾ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വർക്കല ഇടവ സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ കാര്യം, ഇയാൾ പോക്സോ കേസ് പ്രതിയാണ്. നേരത്തെ തന്നെ സമാനമായി കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. എന്തായാലും 6 മണിയോട് കൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളെ കാണും. അതിലായിരിക്കും പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരിക. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് പ്രതി നൽകുന്ന മൊഴി കുഞ്ഞുമായി റെയിൽവേ ട്രാക്കിലൂടെ പോയി. ഈ സമയം കുഞ്ഞ് കരയുകയാണ് ചെയ്തത്. നിലവിട്ട് കരഞ്ഞ കുഞ്ഞിൻ്റെ മൂക്കും വായും ചേർത്ത് ഇയാൾ കൂട്ടി ചേർത്ത് പിടിച്ചു. ഈ സമയം കുഞ്ഞ് അബോധാവസ്ഥയിലായപ്പോൾ കുഞ്ഞ് മരിച്ചു എന്ന് കരുതിയാണ് ഈ ബ്രഹ്മോസിന് പുറകിലുള്ള പൊന്തക്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നാണ് ഇയാൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. പിന്നീടാണ് പോലീസ് അവിടേക്ക് എത്തുന്നതും കുഞ്ഞിനെ കണ്ടെത്തിയതും പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ എന്തായാലും കുഞ്ഞ് ആരോഗ്യവതിയായി തുടരുന്നതും. പ്രതിയെ പിടികൂടിയത് എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിദഗ്ധമായ അന്വേഷണത്തിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിറ്റി പോലീസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് പ്രതി ഉള്ളത്. 6 മണിയോട് കൂടി തന്നെ ഈ പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നൽകുകയും അതിനൊപ്പം തന്നെ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാട്ടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുരാഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ പോലീസിനെ ആകെ വലിയ കൺഫ്യൂഷനിലേക്ക് എത്തിച്ച ഒരു കേസാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു നിലയ്ക്കുമുള്ള തുമ്മുണ്ടാക്കാൻ കഴിയാതെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടി എവിടെ എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാകുന്നത് CCTV ദൃശ്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ പ്രതിയെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് സമർത്ഥമായ അന്വേഷണത്തിന്റെ ഒരു മികവായി ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടിയതെന്നുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തമാക്കലുകൾ 6 മണിക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് ഇയാൾ ഗുജറാത്ത് സ്വദേശിയാണ്. അതായത് കുഞ്ഞിലെ ഗുജറാത്തിലായിരുന്നു. തിരുവനന്തപുരം വർക്കല ഇടവയിലുള്ള ദമ്പതികൾ ഗുജറാത്തിൽ ജോലിക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ കുഞ്ഞിനെ കണ്ടെത്തുകയും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വളർത്തുകയും ചെയ്തു. കുഞ്ഞിലെ തന്നെ ഇവിടെ എത്തിച്ച് വളർത്തുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ എന്തായാലും ഇടവയിലുള്ള സ്വദേശിയാണ് എന്നുള്ളത് തന്നെയാണ് ഉറപ്പിക്കേണ്ടത്. കാരണം ഗുജറാത്തിലാണ് ജനിച്ചതെങ്കിലും വളർന്നത് മുഴുവൻ ഇടവയിലെ ദമ്പതികൾക്കൊപ്പമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
കാവ്യയുടെ ചോദ്യമനുസരിച്ച് പ്രതിയെ പിടികൂടിയത് വിദഗ്ധമായ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. CCTV-കൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണമാണ് അന്നത്തെ പുലർച്ചെ മുതൽ, അതായത് ഈ ദമ്പതികൾ ബീഹാർ സ്വദേശികളായ ദമ്പതികൾ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് മുതൽ വിപുലമായി സമീപത്തെ എല്ലാ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചുകൊണ്ട് ടീമായി തിരിഞ്ഞുകൊണ്ട് പേട്ട പോലീസ് സ്റ്റേഷനിൽ വിപുലമായ അന്വേഷണം നടത്തി. അതിന് പിന്നാലെ തന്നെ ഈ കുഞ്ഞ് കിടന്ന ഓൾ സെയിൻസ് കോളേജിന് പരിസരത്തുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും, അത് പോലീസിൻ്റെ ആയാലും അതിനൊപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും കടകളിലെയും വലിയ സ്ഥാപനങ്ങളിലെയും അടക്കമുള്ള എല്ലായിടത്തെയും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ച് തന്നെയാണ് ഈ പ്രതി കൊല്ലത്തേക്ക് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ സംഘം എല്ലായിടത്തും വലവീശിയിട്ടുണ്ടായിരുന്നു, വിപുലമായ അന്വേഷണം നടത്തി. അങ്ങനെയാണ് ഇപ്പോൾ പ്രതിയെ കൊല്ലത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് പ്രതി ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ അന്വേഷണം അതുപോലെ തന്നെ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. ഇനി പ്രധാനമായും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിനെ എന്തിനാണ് തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തന്നെയാണ്. അത് ഏതെങ്കിലും മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അങ്ങനെ എന്തായാലും നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം കുട്ടിയുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണങ്ങളോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊപ്പം തന്നെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ കണ്ടെത്തിയ ശേഷം വിദഗ്ധമായ പരിശോധന നടത്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ഉപദ്രവം ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രതി നൽകുന്ന പ്രാഥമിക മൊഴി അനുസരിച്ച് കുഞ്ഞുമായി ഈ റെയിൽവേ ട്രാക്കിലൂടെ പോകുന്നു. ആ സമയം ഈ നിലവിളിച്ച് തന്നെ കുഞ്ഞ് കരയുന്നു. ആ സമയം മൂക്കും വായും ചേർത്ത് പൊത്തിപ്പിടിക്കുന്നു. അങ്ങനെ അബോധാവസ്ഥയിലായപ്പോൾ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ ഈ പൊന്തക്കാട്ടിലുള്ള കിടങ്ങിൽ ഉപേക്ഷിച്ചത് എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. അതിനൊപ്പം തന്നെ ഗൗരവതരമായി കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ സമാനമായി പോക്സോ കേസിലെ പ്രതിയാണ്. ഒരു സ്കൂളിൽ പോയി വരുന്ന കുട്ടിയെ സിപ്പപ്പ് നൽകിക്കൊണ്ട് കുഞ്ഞിനെ വശീകരിച്ച് കൊണ്ടുപോവുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ റിമാൻഡിലായുള്ള ഒരു പ്രതി കൂടിയാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെല്ലാം അനൗദ്യോഗികമായ വിവരമാണ്. ഏറ്റവും പ്രധാനമായും ഔദ്യോഗികമായ വിവരങ്ങൾ നൽകേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ്. എന്തായാലും 6 മണിയോട് കൂടി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു മാധ്യമങ്ങളെ കാണുകയും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ, എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്, പ്രതിയുടെ കൂടുതൽ പശ്ചാത്തലം എന്താണ്, എങ്ങനെയാണ് ഇയാൾ കൊല്ലത്തേക്ക് എത്തിയത്, ഇയാളുടെ മറ്റ് കേസ് വിവരങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും സമഗ്രമായി തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയും ചെയ്യും. അതിനൊപ്പം തന്നെ ഏവരും കാത്തിരിക്കുന്ന ഈ പ്രതി ആരാണ് എന്നുള്ള കാര്യം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാളെ കാണിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ വിശ്രമമില്ലാത്ത സമഗ്രമായ വിപുലമായ അന്വേഷണം തന്നെയാണ് പ്രതിയെ ഇത്രയും വേഗം പിടികൂടാനായത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടുള്ളത്. കുട്ടിയെ കണ്ടെത്തിയത് അത് ഏറ്റവും പ്രധാനമായും കുഞ്ഞിനെ മറ്റ് ഉപദ്രവങ്ങളോ ഒന്നും ഏൽക്കാതെ തന്നെ മണിക്കൂറുകൾക്കകം പ്രതികൾ ഈ പോലീസിനെ പിടികൂടാനായി അല്ലെങ്കിൽ കണ്ടെത്താനായി എന്നുള്ളതാണ്. അനുരാഗ്, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സമാനമായ കേസിൽ നേരത്തെയും പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഒരു വ്യക്തി പോക്സോ കേസിലെ പ്രതിയാണ്. ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. കൂടുതൽ പേരിലേക്കൊക്കെയും അല്ലെങ്കിൽ ഇയാൾ മാത്രമാണോ ഇതിലെ ഏക പ്രതിയാണോ എന്നതടക്കമുള്ള വിവരങ്ങളിലേക്കൊക്കെയും നമ്മൾ കടക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെയും 6 മണിക്ക് ശേഷമേ വരികയുള്ളൂ എങ്കിൽ കൂടിയും ഇപ്പോൾ അനുരാഗ് പറഞ്ഞിട്ടുള്ള വളരെ നിർണായകമായ ചില കാര്യങ്ങളുണ്ട് ഈ പ്രതിയെക്കുറിച്ച്. അതിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോയാൽ എങ്ങനെയാണ് ഈ പ്രതിയുടെ പശ്ചാത്തലം, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? പ്രതി ആദ്യ ഘട്ടത്തിൽ ഈ കുടുംബത്തെ ആകെ പോലീസ് സംശയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ വിപുലമായി CCTV-കൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴും ഒരു സംശയാസ്പദമായി ആദ്യഘട്ടത്തിൽ CCTV ദൃശ്യത്തിൽ ആരെയും കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിലേക്ക് ഒരുപക്ഷെ അന്വേഷണം നടന്നു. ഈ ബന്ധുക്കൾ, ഇവരുടെ ബന്ധുക്കളെ ബീഹാറിൽ നിന്ന് വിളിച്ചു വരുത്തുന്നു, വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുന്നു, ഈ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്യുന്നു. അതിലൊന്നും തന്നെയും സംശയാസ്പദമായി ഒന്നും പോലീസിനെ കണ്ടെത്താനായില്ല, അല്ലെങ്കിൽ ഇവരെ സംശയിക്കേണ്ടതില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. അങ്ങനെ അവരെ വെറുതെ വിടുകയും ചെയ്തു. പിന്നാലെ കുഞ്ഞിൻ്റെ DNA പരിശോധന നടത്തി. ഇവരുടെ കുഞ്ഞു തന്നെയാണോ ഇത് അടക്കമുള്ള പരിശോധന നടത്തി. ഇതിലൊന്നും തന്നെ സംശയാസ്പദമായി ഒന്നും പോലീസ് കണ്ടെത്തിയില്ല. ആ ഘട്ടത്തിൽ തന്നെ സമാന്തരമായി CCTV-കൾ കേന്ദ്രീകരിച്ച് ഒരു ടീം വിപുലമായി തന്നെ അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിലാണ് ഈ സംശയാസ്പദമായി ഇയാളെ കണ്ടെത്തിയത്. ഇയാൾ 11 മണിയോട് കൂടി തന്നെ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് കുടുംബം നൽകിയ മൊഴി അനുസരിച്ച് ആ സമയത്ത് തന്നെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് ഇരിക്കുകയും ഈ കുഞ്ഞിനെയും കുടുംബത്തെയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഉറങ്ങിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഈ കുഞ്ഞുമായി ഇയാൾ കടന്നു കളഞ്ഞത്. ആ സമയം കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ മൂക്കും വായും ചേർത്ത് പൊത്തിപ്പിടിക്കുന്നു. അങ്ങനെ അബോധാവസ്ഥയിലേക്ക് കുഞ്ഞ് പോകുന്നു. അങ്ങനെ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ഉറപ്പ് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് വന്നപ്പോഴാണ് ഈ കുഞ്ഞിനെ അവിടെ പൊന്തക്കാട്ടിലേക്ക് ഉപേക്ഷിക്കുകയും ഇയാൾ കടന്നു കളയുകയും ചെയ്തത്. എന്തായാലും CCTV ദൃശ്യത്തിൽ നിന്ന് തന്നെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. DCP നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണം തന്നെ
സമഗ്രമായ അന്വേഷണം തന്നെ ഈ ദിവസം മുതൽ നടത്തി വരികയും ചെയ്തു. ഏറ്റവും ഗൗരവതരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി സമാനമായി ഉള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെ എന്നുള്ളതാണ്. പോക്സോ കേസിലെ പ്രതിയാണ്, നേരത്തെ ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണോ കുഞ്ഞിനെ എടുത്തത് എന്നുള്ള അടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തത ഉണ്ടാവൂ. എന്തായാലും ഇപ്പോൾ തന്നെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയാണ് പ്രതി. സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിന്റെയും ഡെപ്യൂട്ടി കമ്മീഷണർ നിധിൻ രാജിന്റെയും നേതൃത്വത്തിൽ വിപുലമായി തന്നെ അല്ലെങ്കിൽ സമഗ്രമായ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. എന്തായാലും 6 മണിയോടെ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം, കുഞ്ഞുമായി കടന്നു കളയേണ്ട ലക്ഷ്യം എന്തായിരുന്നു, മറ്റ് പശ്ചാത്തലം എന്താണ്, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഈ കുറ്റകൃത്യത്തിൽ ഈ പ്രതി മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ പങ്കാളിയായിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടായിരുന്നോ, അതിൽ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യചിഹ്നമായി ശരി അനുരാഗ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിനായി തന്നെ നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പോക്സോ കേസ് പ്രതിയാണ് ഈ കേസിലെയും മുഖ്യപ്രതി, പ്രധാന പ്രതി എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മറ്റ് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് വർക്കല ഇടവയിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സമഗ്രമായ വിശദാംശങ്ങളാണ് VS അനുരാഗ് നൽകിയത്.